ആദ്യമായി ബിനീഷ് ബ്രോ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ജോസിന് മുന്നിൽ ഹലോ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളൊരു അടിപൊളി ചലഞ്ചായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബിനീഷ് ബ്രോ ഉണ്ട്. ബിനീഷ് ബ്രോയെ കണ്ട ആരും പേടിച്ചു പോകണ്ട കേട്ടോ. അതെ, എതിരാളിയുണ്ട്, ശക്തനായ എതിരാളിയുണ്ട് അല്ലേ മോനെ? അതെ ഉണ്ട്. ബിനീഷ് ബ്രോ ഇന്ന് ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അത് തൊണ്ടയ്ക്ക് വേദനയാണ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. തോൽവിയുടെ ലക്ഷണമാണോ? മരുന്ന് മേടിച്ചു തോൽവി ബ്രോ. ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നല്ലേ, നമുക്ക് നോക്കാം. ഞങ്ങൾ ഓരോ ഇറക്കും ഓരോ ആഴ്ച പ്രയാണമൊന്നുമില്ലുണ്ടോ? ഞങ്ങൾക്ക് വല്ല ലാഭം ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒറ്റപ്പിടി ജോസാണ്. ഒറ്റപ്പിടി ജോസ് അന്ന് ചാനലിന്റെ പരിപാടിക്ക് കണ്ട ജോസിന്, അത് ന്യൂസ് 18ന്റെ ഓണത്തിന് സദ്യ മത്സരം അല്ലേ? അതെ, അന്നെന്ത് പറ്റി? അന്ന് ഭയങ്കര മത്സരമല്ലേ, നിങ്ങൾ ഇന്ത്യ ഒഴിഞ്ഞ് നിർത്തിയില്ലേ? അത് മനസ്സിലായി. ദോശ ചിക്കൻ ഫ്രൈ ഒരേ സമയത്ത് നിർത്തി. അതെ ഇല്ലേ? ഭയങ്കര മത്സരം. ഇവര് കുടുംബക്കാരൊക്കെ മികച്ച തീറ്റ മത്സരം പങ്കെടുപ്പുകാരാണ്. അപ്പോൾ എന്തായാലും ജോസോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഇറക്കി കേട്ടോ. ഞങ്ങളെ ഇറക്കി എന്നും ഓരോ ഇറക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്ലാനില്ലായി. ന്യൂസ് 18 അവരുടെ ആളായിട്ടാണ് ന്യൂസിന്. അതെ അതെ. കഴിഞ്ഞ ആഴ്ച മന്ദിരാജ്, എല്ലൂരാജ്, എല്ലാ രാജ്യമാരും വരുന്നുണ്ട്. യാതൊരു പറയാനല്ല, പുള്ളിയും തോന്നിക്കുന്നില്ല ആരും. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ അടിപൊളി പൊതിച്ചോറാണ്. നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ചെയ്തതാണ്. നല്ല കിടിലൻ പൊതിച്ചോറാണ്. നല്ല ചിക്കൻ ഫ്രൈയും നല്ല മീൻകറിയൊക്കെ മീൻ ഫ്രൈയും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി എന്താണ് പൊതിച്ചോറാണ്. ചെറിയ പൊതിയൊന്നും അല്ലെന്ന് പറ ബ്രോ. നല്ല വലിയ പൊതിയാണ്. ഓംലേറ്റ് ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. കിടിലൻ സാധനമാണ്. അപ്പോൾ നമ്മളത് മേടിച്ചാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചാണ്. സമയമില്ല, നമ്മൾ തിരക്കാണ്. ഇന്ന് കേടി റാവുത്തറുണ്ടായി. റാവുത്തർ നാളെ പോകും. പക്ഷേ റാവുത്തർ ഇന്ന് വന്നിട്ട് പോകുന്ന വെച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് പുള്ളിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അതുകൊണ്ട് റാവുത്തർ ഇല്ല. കേടിക്കും തിരക്കായി പോയി. അവനും ഇല്ല. PB എവിടെ പോയിക്കൊരു എറണാകുളത്ത് പോയത് PB. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനൊന്നുമില്ല. പുള്ളിക്ക് തൊണ്ടവേനാന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഞാൻ ഇത് കഴിഞ്ഞ് കഴിക്കാനുള്ള ഗുളിക വരെ പൊതിഞ്ഞോണ്ടാ വന്നിരിക്കുന്നത്, അറിയോ? ഇത് കഴിഞ്ഞ ഉടനെ കഴിക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. വാർത്തയൊക്കെ വന്നിട്ടുണ്ടല്ലോ. മറ്റേ വാർത്ത പൂണ്ടിരാൻ്റെ അടുത്ത് എന്റെ ഞാനൊക്കെ വാർത്ത കണ്ടു. ഞങ്ങള് ന്യൂസ് ചാനലൊക്കെ വന്നായിരുന്നു. ഞങ്ങള് ചെറിയ യൂട്യൂബില് നമ്മുടെ യെല്ലോ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളോട് പേരൂടെ പറയണല്ലേ? പരിപാടി ഞങ്ങളൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ട് എന്തോ പരിപാടി. ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ട് ഞങ്ങൾ ഏതാണ്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത വന്നു. അതെ അതെ, ഞങ്ങളങ്ങ് സൂം ചെയ്ത് കാണിക്കുക. പാവം ശരത്തളിനെ റിപ്പിച്ച് അടിക്കുക. പക്ഷേ അവർ നമ്മളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊക്കെ പരിചയപ്പെടുത്തുന്നത് 10 പേര് നമ്മൾ ആ ചാനലിൽ കയറി കാണണ്ട. ഇവിടെയാണ് എടുത്തോട്ട് അല്ലടാ, നമ്മുടെ പേരെങ്കിലും പറയാമല്ലോ. നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് അവിടെ വരെ പോയി കഷ്ടപ്പെട്ട് അയാളെ കണ്ടുപിടിച്ച് മോശമായി പോയി. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് പേരോടെ പറയണം. മോശമായി പോയി. വാർത്തയൊക്കെ എന്തായാലും ആ 3 പേരിൽ നിന്ന് വട്ടമേശ സമ്മേളനം പോലെ പറയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ അതങ്ങനെ ചെയ്യാം. അതും അവർ സമൂഹത്തിൽ തെറ്റിനെതിരെ എല്ലാം പ്രതികരിക്കുന്ന ആൾക്കാരാണ്. വല്ലവൻ്റെ വീഡിയോ അടിച്ചെടുക്കും. അല്ല, എന്നാൽ അതല്ല പറ്റി. ഇവർ നമ്മളെ പറ്റി മോശമൊന്നും പറ്റില്ല. അതിനെപ്പറ്റി മോശം പറ്റില്ല, നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവർ പോയി എവിടെ മഷ്റൂമിൽ പോയി. ഞങ്ങൾ മഷ്റൂം അടിച്ചല്ലോ. അല്ല, ഇന്ന് കോടതി വിധി ഉണ്ട്. മഷ്റൂം മയക്കുമരുന്നല്ല. അല്ല, ഇന്നലെ വന്നു. അപ്പോൾ ഞങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആ കറി വെക്കുന്ന മഷ്റൂം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പോവാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണം. വാശിയേറിയ മത്സരം. ഇന്ന് ബിനീഷ് ബ്രോ വേർക്കും വെള്ളം കുടിക്കും. ബിനീഷ് ബ്രോ ഈറ്റിംഗ് കരിയർ അവസാനിക്കും. ആണോ? വിരമിക്കും. എനിക്ക് പക്ഷേ സെൻഡ് ഓഫ് പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം പറയും. സെൻഡ് ഓഫ് ഉണ്ട്. തോക്കത്തില്ല. അത് എന്റെ സെൻഡ് ഓഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഡൊട്ട ടീമിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒരാൾ തോൽപ്പിക്കണം. ഞങ്ങൾ 3 പേർക്കെതിരെ എല്ലാ കൂടെ കപ്പയുണ്ട്, ചമ്മന്തി ഉണ്ട്, മെഴുക്കുവരട്ടി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, തീയലുണ്ട്, കടുമാങ്ങ ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഓംലേറ്റ് ഉണ്ട്, പപ്പടം, സാമ്പാർ, പരിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. കിട്ടില്ല സദ്യയാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് കഴിക്കും. ഞാനൊക്കെ കഴിക്കുവാണെങ്കിൽ തീർത്തില്ലേ? ഉറപ്പാണ്.
നീ തീർക്കുന്നതിന് പിന്നെ ഞാൻ ഒരു ദിവസം സുബിൻ തീർക്കൂടെ? പിന്നെ ഉച്ചയ്ക്കും കഴിക്കും വൈകിട്ടും അത്. നീ കഴിക്കാതെ പറയാ നീ കഴിക്കും. ബ്രോ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? 12 കഴിച്ചിട്ടാ പറഞ്ഞ പുള്ളിപ്പം. അപ്പോൾ എന്തായാലും നല്ല മഴ വരുന്ന നമുക്ക് തുടങ്ങിയാലോ. റാവുത്തറുണ്ടാ? റാവുത്തറിന് എന്താ ഫുഡ് പോയിസൺ പോലെ എന്താ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് വരാനായിട്ടോ. അല്ലെങ്കിൽ റാവുത്തറോട് ഇരുന്നേന് നടുക്കിരുന്നതിന് കഴിഞ്ഞ ആലോചിക്കണം. ഒപ്പത്തിനൊപ്പം നിങ്ങളുടെ ദോശ ചിക്കൻ ഫ്രൈ നമ്മുടെ വ്ളോഗിൽ വരാത്തൊരു വീഡിയോ അത് കഴിഞ്ഞ് നടന്നു. പക്ഷെ അത് നമുക്ക് ഇവർക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ മത്സരത്തിൽ ഏതാണ് ഒപ്പത്തിനൊപ്പം കട്ടക്കട്ടയായിരുന്നു. അപ്പൊ കട്ടക്കട്ട ഉള്ളവര് മത്സരിക്കാൻ പോവാണ്. നമുക്ക് പറഞ്ഞോ. ഒറ്റപ്പെടുന്ന കയറ്റി അവിടെ വെള്ളമുണ്ട് കേട്ടോ. മോരുണ്ട്, വെള്ളമുണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട്. കറികൾ തീർക്കണം. സാമ്പാർ ഒഴിച്ചു ഇഞ്ചോടിച്ച് മത്സരം. ബിനീഷ് ബ്രോ പുറകിലാണെന്ന് തോന്നുന്നു. ബിനീഷ് ബ്രോ കണ്ടിട്ട് നമ്മുടെ ഇപ്പൊ കാണുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലീഡ് ചെയ്യുന്നു എന്നാണ്. ഒറ്റപ്പിടി ജോസ് മുന്നേറുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ലേ? തോന്നൽ മാത്രമാണ്. ഒറ്റപ്പിടി ജോസ് ഉണ്ട്. ഏകദേശം കുറച്ചേ ഉള്ളൂ. നമ്മളൊക്കെ ഇതൊക്കെ ബിനീഷ് ബ്രോ കമോൺ. ഇല്ല ജോസിന്റെ പേര് നോക്കൂ. ജോസ് ഒറ്റപ്പിടി ജോസ് ലീഡ് ചെയ്യുന്നു. ഒറ്റപ്പിടിയാണ്. 15 ഇഡലി കഴിച്ചിട്ട് വന്നാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് 12 ഇഡലി കഴിച്ചു. 3:30 ഇല്ല. കറിയെല്ലാം കഴിക്കണം. മീനെ എല്ലാം മൊത്തം കഴിക്കണം. ഇഞ്ചോടിഞ്ചല്ല. ജോസാണ് ലീഡ് ചെയ്തത്. കറികൾ വെച്ച് നോക്കുമ്പോൾ കറികളില്ല. ചോറില്ല. ജോസിൽ ചോറില്ല. ഇല്ല. കപ്പയുണ്ട്. ബിനീഷ് ബ്രോ കപ്പയുണ്ട്. എല്ലാം ഉണ്ട്. ഒരു പിടി ബിനീഷ് ബ്രോ വാശിയേറിയ മത്സരം. നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കമോൺ വെള്ളം പോലും കുടിക്കുക. രണ്ടുപേരും വെള്ളം പോലും കുടിക്കാനുള്ള വാശിയേറിയ മത്സരം. ജോസ് ലീഡ് ചെയ്യുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ട് ജോസിന്. അതൊരു ഇതാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ ഒക്കെ ഇറങ്ങി. ഇല്ല, ആര് ജയിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല ഇതുവരെയായിട്ടും. ഇവനൊക്കെ കണ്ണും തള്ളി നിൽക്കുകയാണ്. ആര് ജയിക്കുമെന്ന് നോക്കാതെ രണ്ടുപേരും പരസ്പരം അപ്പുറം ഇപ്പുറം ഇലയെ നോക്കുക. സ്വന്തം ഇല നോക്കാതെ. ഞാൻ സ്വന്തം വില നോക്കുന്നില്ല. ഇവര് അപ്പുറം നോക്കുകയാണ്. ജോസ് കമോൺ ജോസ്. കേറിയിട്ടില്ല. ജോസ് ഉണ്ട് പറയിൽ. ജോസേ ഇഡലി ഇപ്പൊ ടൈസ് ആയിക്കോളും. പെട്ടെന്ന് കേറി. ജോസ് ചിക്കൻ ഉണ്ട്. പക്ഷെ അത് പിടിക്കും. ചിക്കൻ ഇല്ല. ബിനീഷ് ബ്രോ ഇല്ല. എന്താ പിണ്ടാതെ? ഒരൊറ്റ മീനില്ലേ? ഒരു ഫുൾ മീനാ വൈബ്. ആദ്യമായി ബിനീഷ് ബ്രോ പരാജയം സമ്മതിച്ചിരിക്കുന്നു. ജോസിന് മുന്നിൽ കാവാലത്ത് നിന്ന് വന്ന ബിനീഷ് ബ്രോ തോൽവി സമ്മതിച്ചൊക്കെ കണ്ണൊക്കെ തെളിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് ഇല്ല. ജോസേ എന്തുചി ജോസേ തൊണ്ട മിഷൻ കംപ്ലൈന്റ് ജോസ്. അതെ വളരെ മികച്ചൊരു മത്സരം. 3 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 മിനിറ്റ് എന്റെ ഈ ക്യാമറ ഓടുന്ന നോക്കിയാൽ 3 മിനിറ്റ് കേട്ടോ. ജോസ് ഒന്ന് കേറി വന്നായിരുന്നു. നമ്മളൊന്ന് കേറി വന്നതാണ്. ഒരു ദിവസം പട്ടിണിക്ക് ഇരുത്തിയിട്ടുണ്ടോ? രാവിലെ കഴിക്കും അറിയാതെ. രണ്ടുപേരും വെള്ളം വിടില്ലട്ടോ. ആ വമ്പ മത്സരം കിട്ടില്ല മത്സരം. കിട്ടില്ല മത്സരം. മുഴുവൻ 3 മിനിറ്റ് 2 മിനിറ്റ് മുന്നിട്ട് ലാസ്റ്റ് 1 മിനിറ്റ്. അതെ ഫിനിഷിംഗ് പോയിന്റ്. മുളക് കുഴപ്പമില്ല. ചിക്കൻ്റെ എല്ലാം എന്ത് ചിക്കൻ പിടിക്കുന്നുണ്ട്. ഒരു പീസ് അല്ലേ താഴെ കളഞ്ഞായിരുന്നു. 1 മിനിറ്റ് കൊണ്ട് അത്. മീൻ്റെ മുള്ളെന്ത് ചെയ്യും? മീൻ്റെ മുള്ള കഴിച്ചു. നീ കഴിച്ചില്ലേ മീൻ്റെ മുള്ള? അല്ലേ, അതിന് മീൻ ഉണ്ടെന്ന് ഇപ്പോഴും പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അതെല്ലാം തട്ടിയിട്ട് വേറെ ഞാൻ ഇവിടെ ചോറില്ലായിരുന്നല്ലോ ഇവിടെ. പക്ഷെ ഇവൻ കറി ഇങ്ങനെ കറിക്കകത്ത് മിക്സ് ചെയ്ത് കഴിക്കും.
അതാണ് കൂടുതൽ പോകത്തില്ല. അതാ കൂടുതൽ കാണുന്നത്. ഇവിടെ കുറച്ച് കാണുന്നത് വെച്ചാൽ പുള്ളി കറി സൈഡിൽ നിൽക്കുക, ചോറ് മാത്രം കഴിക്കും. അതാണ് പ്രശ്നം. ആ ചിക്കൻ കറി ചിക്കൻ ആദ്യമേ ഞാൻ തീർന്നു. എക്സ്പീരിയൻസ് സംഭവം കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ചെയ്തായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് കൂടെ. അതൊക്കെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളൊക്കെ വരണം അല്ലേ സുനെ? അതെ അതെ, രുചി അറിയണമെങ്കിൽ നന്തോളം ഇരുന്നിരുന്നെങ്കിൽ പിടിക്കായിരുന്നു. അത് നല്ല നല്ല ഞാൻ പോയി ജീവിതത്തിൽ ഇതില്ല ഇതൊരു ഇത്രയും ചോറ്. കാരണം നിങ്ങൾ കാണുമ്പോൾ കുറച്ചായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ട്. രണ്ട് ആൾക്കുള്ള ചോറാണ് എടുത്ത് നമ്മള്. വിരമിക്കത്തില്ല. കൈ കഴിയിട്ട് പോ. ബിരീഷ് ബ്രോ റിട്ടയർമെന്റ് ഇപ്പോഴൊന്നും ഇല്ലല്ലേ? റിട്ടയർമെന്റ് ഇല്ല. എന്തിനും പറയാനുള്ളത്? ഫസ്റ്റ് നിതിൻ പറഞ്ഞോട്ട് 2 മിനിറ്റ് ലീഡ് ചെയ്തു. ലാസ്റ്റ് 1.5 മിനിറ്റ് പോയി. അതും പറ്റി. ആകെ 3.5 മിനിറ്റേ ഉള്ളായിരുന്നോ? അത് 10 ഇഡലി കിടക്കും. തൊണ്ടയ്ക്ക് വയ്യാതെ നിങ്ങളെങ്ങനെ കഴിച്ചോ? സൈഡ് സീനാണ് എനിക്ക് തോന്നുന്നത്. മീന്റെ മുള്ളൊക്കെ കയറി കയറിപ്പോയി. സുബിൻ മിണ്ടാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കും. അവനെ ജഗതി തുടങ്ങി. അണ്ണാ ഇനി കഷായം വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ തന്നെ ദഹിക്കാൻ വേണ്ടി? വെള്ള കഷായം അല്ല, അവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണ്ടായിരുന്നു. അവിടെ ഇവിടെ വേറെ ആരും ഉണ്ട് പിടിച്ച് വലിക്കാൻ. ഞാനാണ് അപ്പുറത്തെ പാത്രത്തിലോട്ട് നോക്കുന്നേ ഇല്ല. ഇല്ല, 70% ആകുന്ന വരെ എനിക്ക് അവിടെ നോക്കിയില്ല. പക്ഷെ അത് തോന്നുന്ന ബ്രോ കറി ആദ്യം ഫസ്റ്റ് കപ്പയൊക്കെ ഇവൻ തിന്നു അതിനിടയ്ക്ക്. നിങ്ങളുടെ വായ ഞാൻ കാണിച്ചാൽ മതി. ഇപ്പുറത്തെ വലിയൊരു വായ എടുത്തായിരുന്നു, അത് കിട്ടിയില്ല ഇവിടെ. അപ്പുറത്തെ അങ്ങ് പോയി. മനസ്സിലായി? അതാണ് കഴിച്ചിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രതീക്ഷയുള്ള നിങ്ങൾ 3 പേരെ. ഈ ശാപ്പാട്ട് ഞങ്ങള് 3 പേരുള്ള മത്സരം ഉണ്ട്. ശാപ്പാട്ടുരാമൻ കഴിക്കുന്നുണ്ടോ? ബെൽറ്റായിട്ട് കെട്ടിക്കിടക്കും. ശാപ്പാട്ടുരാമൻ കഴിക്കുന്നുണ്ടോ? പുള്ളി ആദ്യം ഈ കറിയെല്ലാം എടുത്തങ്ങ് കഴിക്കും. അന്നപ്പോ നമ്മളെല്ലാം ഫ്രണ്ടിൽ പോകും. കാര്യം നമ്മൾ 2-3 ഉരുള ചോറുണ്ടല്ലോ. പുള്ളി അത് കഴിഞ്ഞ് 3 ഉരുളക്ക് ചോറ് മുഴുവൻ തീർക്കും. ഞങ്ങൾ ചിക്കനൊക്കെ എടുത്തില്ല. ആദ്യം ചിക്കൻ അതൊക്കെ എടുത്തില്ല. മുട്ടയൊക്കെ പാടുള്ളത് കറികള് ചെറിയ ഐറ്റംസ് ചെറിയ ഐറ്റംസ് ഇത്ര കൈ ഫുള്ള് ചോറ് എടുക്കും. അത്രയും ഭാഗമായിട്ട് പോവുകയും ചെയ്തു. പെരുമ്പാമ്പ് വരെ എടുക്കുന്ന. പിന്നെ ഹിന്ദിയിൽ ഒരു സാഗർ എന്ന് പറഞ്ഞൊരു കൃഷിയുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് കയറ്റുന്ന ഒരു പരിപാടി. 5 മുട്ടയൊക്കെ പുള്ളി ഒറ്റയടിക്ക് കഴിയും. ഒന്നില്ലേ? പരസ്യം കൊടുക്കണം. പരസ്യം ചെയ്യാൻ പോയത് മാതൃഭൂമി മനോരമ പത്രത്തിൽ പുള്ളിയെ തോപ്പിക്കാൻ. നമ്മളൊന്നും വലിയ ഫുഡടിക്കാരല്ല, ഒത്തിരി ആൾക്കാരുണ്ട്. ഇല്ലേ? തൊണ്ടവേന മാറട്ടെ. താങ്ക് യു. വിജയാശംസകൾ. അടുത്തതിന് ജോസ് വരും. ഇനി പിടിക്കാൻ എന്തായാലും ജോസ് വരും. കഴിഞ്ഞ പ്രാവശ്യം ജോസ് ഭയങ്കര ആവേശഭരിതനായി ബിനീഷ് അണ്ണനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ ഭയങ്കര ചിഹ്നം പിടിച്ചു. അന്ന് പക്ഷെ ഒപ്പം പിടിച്ചു പുള്ളി. നല്ല മത്സരമായിരുന്നു. നമ്മൾ ഈ കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മത്സരം കണ്ടില്ലേ? ആര് വന്നപ്പോൾ മത്സരം കണ്ടത്? എനിക്ക് തോന്നുന്നു അജിപ്പാനാണ് മണ്ട് അല്ലേ? അവൻ നല്ലോണം കഴിച്ചായിരുന്നു. റാവുത്തറോട് ഭയങ്കര മത്സരമാണ്. അയ്യോ, പക്ഷെ റാവുത്തർ ഇപ്പൊ കഴിക്കത്തില്ല. കാരണം അവിടുത്തെ ഇവിടുത്തെ ഫുഡുകൾ വിഷയം കാരണം. റാവുത്തർ മത്സരിച്ച് റാവുത്തറിന്റെ അത്ഭുത ശക്തി കണ്ടെന്ന് പറഞ്ഞാൽ ആ ഷവായി ഫുൾ ചിക്കനാണ്. അന്ന് പുള്ളി നല്ല വിശന്ന്. നിങ്ങളില്ലായിരുന്നു? ഞാനുണ്ടായിരുന്നു. അന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ജയിച്ചാര്? റാവുത്തർ. അടുത്തിടക്കില്ലേ അവൻ പോകുന്നതിന് തൊട്ട് ഒരു ഫുൾ കോഴി 1 മിനിറ്റ് എടുത്ത് തിന്നവൻ തീർത്തു. ഞാൻ ക്യാമറയും കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്ത് നമുക്ക് കോഴി കാണുന്നില്ല. കോഴി കാണുന്നില്ല. ആദ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇറങ്ങി പോയിരുന്നു. നല്ല ജ്യൂസി ആയിരുന്നു. ചങ്ങനാശ്ശേരിയിലെ സ്പൈസ് അവിടെ നിന്നാട്ടെ എല്ലാവരും ചോദിച്ചു എവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ ആ ഫുഡൊക്കെ എല്ലാവരും ഇപ്പൊ മറന്നുപോയി കാണും. അത് കഴിഞ്ഞ് എത്ര ഫുഡ് ഈറ്റിംഗ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. പോയേക്കാം. ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.